ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം. എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ഇവിടെയും ഹാപ്പി ആയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പാൻഹോം UAEയിലുള്ള പാൻഹോം വിസിറ്റ് ചെയ്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇത് ഷാർജ അൽസാഹിയയിൽ പാൻഹോമിൻ്റെ പുതിയൊരു ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഷാർജയിൽ തന്നെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പാൻഹോമിൻ്റെ വേറൊരു ഷോറൂമും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ഐറ്റംസ് തന്നെ നമ്മൾ ഈ ഷോറൂമിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പുതിയ ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ഗെയിംസും ഫാമിലി വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് വരാവുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയിട്ട് നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറി. വലിയ ഔട്ട്ലെറ്റാണ് കേട്ടോ. പാൻഹോം വിസിറ്റ് ചെയ്തവർക്കറിയാം, വലിയ ഔട്ട്ലെറ്റാണ്. അത് എൻട്രൻസിൽ തന്നെ ഫുൾ ഫർണിച്ചേഴ്സും കാര്യങ്ങളാണ് ആദ്യം തന്നെ സെറ്റ് ചെയ്തത്. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് മുമ്പുള്ള ഔട്ട്ലെറ്റിൽ പോയപ്പോഴും നല്ല രസമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനേക്കാൾ വലിയ ഷോറൂമാണിത്. പിന്നെ ഈ സോഫയുടെ സെക്ഷനൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഭാഗങ്ങളേ എടുത്തിട്ടുള്ളൂ ഇതിൽ. പിന്നെ ഇതിൽ നമ്മുടെ ഹോം സ്മെല്ലിനുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. നല്ല രസത്തിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് പെയിൻറ്റിങ്ങും ക്യാൻവാസ് പിക്ചേഴ്സിൻ്റെയൊക്കെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ ബെഡ്ഷീറ്റിൻ്റെയും സെക്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കാവേ. പിന്നെ അവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മോളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. നല്ല രസമുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തത് കാണാൻ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഈ ഫ്ലവേഴ്സ് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 11 ദിറംസ് ആണെങ്കിലും 5 ദിറംസിൻ്റെ ഉണ്ട് കേട്ടോ അതിൽ. അതിനുള്ള ബാക്കിയുള്ള കളേഴ്സിനൊക്കെ 5 ദിറംസ്, 5 പീസിന് 5 ദിറംസ് ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഡെക്കോർ ഐറ്റംസിന് ഭയങ്കര കളക്ഷനാട്ടോ. ഒരുവിധം എന്താ പറയുക, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാ ഇതും ഉണ്ടെന്ന് തന്നെ പറയാം. ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസുകളും നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്.
പിന്നെ ഇവിടുന്നാണ് കേട്ടോ കിച്ചൺ സെക്ഷൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയൊരു ഏരിയ തന്നെ ഇതിനായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവരത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള സാധനങ്ങളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പക്ഷെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ നല്ല നമ്മുടെ കോഫി ഷുഗർ സെറ്റിൻ്റെ ബോട്ടിൽസൊക്കെ നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല ലക്ഷറി പ്ലേറ്റുകളും ഡിന്നർ സെറ്റുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഇതിൻ്റെ ചിലതിൻ്റെ പ്രൈസൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ 29 ദിറംസ് എന്നുള്ളതിന് 90 ദിറംസ് ആണ് ഇപ്പോൾ ഉള്ളത് ഒരു പീസിന് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുക്ക് വെയർ സെറ്റിൻ്റെ കളക്ഷൻ തുടങ്ങാം കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹൗസ് വാമിങ്ങിന് കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് മേടിച്ചെന്ന്. കുക്ക് വെയർ സെറ്റ് നമ്മൾ പാൻ ഹോമിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതല്ല നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഈ ഐറ്റം കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് ഈ ഗ്രേയും വൈറ്റും കളറായിരുന്നു വേണ്ടത്, പക്ഷെ അന്ന് അവിടെ ആ കളർ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ തൊട്ടപ്പുറത്തുള്ള കളർ ഉണ്ടല്ലോ, അതാണ് എടുത്തത് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. കാരണം ഞാൻ വേറെ കൂടുതൽ പാത്രങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ തന്നെയാണ് ചെയ്തിരുന്നത്. ഒരുപാട് നേരം ചൂടൊക്കെ നിൽക്കും, ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ. ഏകദേശം ഈ സെയിം പ്രൈസിൽ തന്നെയായിരുന്നു അന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് വെറൈറ്റി ഉണ്ട്. അധികത്തിൻ്റെ നമ്മൾ ഗ്ലാസ് ആയിട്ടല്ലേ കാണാറ്. ഇതിൻ്റെ ഒന്നും കൂടെ നല്ല രസമായിട്ടുള്ള ഒരു ടോപ്പൊക്കെയാണ്.
എങ്ങനെയുണ്ട് നമ്മളെ കിച്ചൺ സെക്ഷൻ? നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്ലേസ് മാറ്റിൻ്റെ നല്ല രസമായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, പക്ഷേ റേറ്റ് കുറഞ്ഞ സെക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട്, പക്ഷെ ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പോൾ അത് ഞാൻ വേറെ പാർട്ട് 2 ആയിട്ട് ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും മാസലാമ, ബായ്.